ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ആക്റ്റീവ് അല്ലായിരുന്നു. അതിന്റെ പിന്നിലെ കഥയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ അവസാനം സംസാരിച്ചതിന് ശേഷം കുറെ കാര്യങ്ങൾ സംഭവിച്ചു. ജൂൺ എനിക്ക് പ്രതീക്ഷ പോലെ തുടങ്ങിയതേ ഇല്ല. ഒരു നോർമൽ മന്ത് ആയിരിക്കുമെന്ന് കരുതി ജൂൺ എന്റെ ലൈഫിലെ ഒരു അൺഎക്സ്പെക്ടഡ് ചാപ്റ്ററായി മാറി. അതുപോലെ തന്നെ ജൂൺ 1 തേർഡ് ഇയർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. PG ഹോസ്റ്റലൊന്നും ശരിയാത്തതുകൊണ്ട് ക്ലാസിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ക്ലാസ് ഹാഫ് ഡേ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ള കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ജൂൺ 2 തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്നായിരുന്നു കോളി പറഞ്ഞു. സർജറിക്ക് വേണ്ടിയായിരുന്നു അത്. സർജറി ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഈ മാസം മുഴുവൻ അതിന്റെ പുറകിലെ ടെസ്റ്റും ഹോസ്പിറ്റൽ വിസിറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഡേറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം അവര് ഒരു ക്ലൂവും തന്നിട്ടുണ്ടായിരുന്നില്ല. വിളിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജൂൺ 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിറ്റേ ദിവസം തന്നെ സർജറിക്ക് വേണ്ടിയുള്ള ടെസ്റ്റ്, പ്രിപ്പറേഷൻ, മെഡിസിൻസ് എല്ലാം റെഡിയാക്കുകയായിരുന്നു. അതിനിടെ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചില്ല. പിറ്റേ ദിവസം തന്നെ രാവിലെ ഒരു 10 മണിക്കായപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ പറഞ്ഞു. സത്യത്തിൽ പേടിയുണ്ടായിരുന്നു. സർജറിയെ കുറിച്ച് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫാമിലിയുടെ മുമ്പിൽ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് 2 ദിവസം കഴിഞ്ഞ് ICUലാണ്. അതിനുശേഷം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. റിക്കവറി, മെഡിസിൻ, ഹോസ്പിറ്റൽ വിസിറ്റ്, അങ്ങനെ ജൂൺ മാസം മുഴുവൻ കടന്നുപോയി. ജൂൺ മുഴുവൻ ക്ലാസ് മിസ്സായതുകൊണ്ട് തന്നെ നോട്ട്സും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പെൻഡിങ്ങിലാണ്. അതിന്റെ ഇടയിൽ കോളേജിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് കിട്ടുമോ എന്നൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സ്റ്റേ ചെയ്യാൻ പ്ലേസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമാധാനം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ജൂലൈ 1 തന്നെ ക്ലാസ്സിൽ പോയി തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. നോട്ട്സ് എഴുതണം, പാക്ക് ചെയ്യണം, റൊട്ടീൻ വീണ്ടും സെറ്റ് ആക്കണം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ, പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കിപ്പോഴും ഉറപ്പില്ല. പക്ഷെ തുടങ്ങിയ സ്ഥിതിക്ക് നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ റീച്ച് നമ്പേഴ്സും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്റെ ലൈഫിലെ ചെറിയ ചെറിയ മൂമെന്റ്സ്, മെമ്മറീസ്, ചാപ്റ്റേഴ്സ് ഒക്കെ ഇവിടെ സേവ് ആയി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ലൈഫല്ലേ ഉള്ളൂ. അതൊരു കഴിയുന്നത്ര ക്രിയേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കും. ഇനിയെങ്കിലും കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ബീങ് ഹിയർ. ബൈ.